അമ്മച്ചീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് രാവിലെ ഞാനിന്ന് കുറച്ച് ഇല കാണിച്ചിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇല പരിചയപ്പെടുത്തുന്നത്. കണ്ടത്തിൽ കാട് പോലെ വളരുന്ന ഒരു തരം ഞങ്ങൾ കൊഴുപ്പച്ചീര എന്ന് പറയും. പിന്നെ നിലത്ത് വെച്ച് കാണിക്കാം. ഇത് ഈ നാട്ടിൽ ധാരാളം അങ്ങ് ഉണ്ടാകും കേട്ടോ. നെൽകൃഷിയൊന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ടാകും. അതിനോട് ഞാൻ അരപ്പും എല്ലാം അതിൽ കാണിച്ചായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നിച്ചെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട്. അതുകൂടാതെ ഞാൻ ഇച്ചിരി പയറോട് ഇട്ട് കടുക് സാധാരണ ഇലക്കറി വെക്കുന്ന പോലെ വെച്ചു. ഈ ചക്കക്കുരു ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ഈ ഇലയൊന്നും ഇവിടെ ആരും എടുക്കാറില്ല. ഞാൻ അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്തമാണ് എൻ്റെ കറികൾ. പിന്നെ എല്ലാവർക്കും ഒരു പ്രോത്സാഹനത്തിനാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഈ ചക്കക്കുരും പറഞ്ഞ പോലെ ആരും എടുക്കുമെന്ന് തോന്നുന്നില്ല. ഇത് ഈ കത്തി വേഗം മുറിക്കുമ്പം വേഗം മുറിക്കാവുന്ന, അതിന് ഞങ്ങൾ പറയുന്നത് സാധാരണ പറയുന്നത് ഇതിന് നൂറില്ലാത്ത ചക്കക്കുരുവാണ്, പെട്ടെന്ന് മുറിക്കാം. ഇന്ന് ഞാൻ അത് ഇച്ചിരി വെറുതെ മുളക് ഉപ്പും ഇട്ട് ബ്രേസറിലോട്ട് എടുത്ത് വെച്ചിരുന്നു വേവിച്ച്. ഇപ്പോൾ ഇച്ചിരി തേങ്ങ, ഉള്ളി, കരിവേപ്പില എല്ലാം ഒന്ന് എണ്ണയ്ക്കകത്തിട്ടിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ ഇതുകൂടി ഇട്ട് ഇളക്കി എടുത്ത ഒരു ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ്. ഇത് ഞാനിന്ന് ഉച്ചയ്ക്ക് ഉണ്ടാകാൻ വേണ്ടി മീൻപീര ചട്ടി ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് ഇച്ചിരി ചോറിട്ട് ഇളക്കി വെച്ചു. മീൻപീര കുറച്ചുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ചട്ടിച്ചോറായിട്ട് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് ഈ കറികളൊക്കെ തന്നെ അങ്ങോട്ട് വെക്കും. ഈ കറി തന്നെയാണ് ഞാൻ വെക്കുന്നത്. കറിയാണ് പിന്നെ ഇന്നൊരു 1/2 കിലോ മീൻ വാങ്ങിയേ, അയിലയാണ്. അപ്പം അതിലേ പിന്നെ ഇത് കണ്ടല്ലോ, 2-3 കഷ്ണം തലയും കൂടി ഇട്ട് ഞാൻ മുളകിട്ട് കറി വെച്ചു. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു പറച്ചിലുണ്ട്, ഇവിടെ ഇപ്പോഴും പറയുന്നതാണ്, അയിലത്തല അളിയനും കൊടുക്കുകയാണ്. ഈ ഇത് പഴമക്കാരുടെ കറികളാണ്. ഇന്നത്തെ പുതുതലമുറ ഒന്നും ഈ അയിലയും തലയൊന്നും എടുക്കില്ല കേട്ടോ. കഷ്ണവും ഉണ്ട് 2-3 കേട്ടോ. വല്ല അത്യാവശ്യം വന്നാൽ ഇരിക്കട്ടെ. പിന്നെ അതിൻ്റെ ബാക്കി കഷ്ണം കൊണ്ട് ഞാനൊരു അച്ചാറിടുന്നതൊക്കെ എനിക്കിവിടെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അതാണ്. ഇതിനി ഞാനൊരു കുപ്പിയിലാക്കി വെക്കാം തണുത്ത് കഴിയുമ്പം കേട്ടോ. അപ്പം ഇത് എൻ്റെ ഉച്ചയൂണിന് ഇന്ന് ഇതാണ് ചട്ടിച്ചോറ്. ഒന്ന് തിരിച്ച് കാണിക്കാം. എല്ലാവരും ഉപയോഗിക്കാത്ത അയിലത്തലയും പിന്നെ ചക്കക്കുരു, പിന്നെ ഇലക്കറി. ഇതൊന്നും ഇവിടെ തന്നെയുള്ളവർ ഉപയോഗിക്കുകയല്ല കേട്ടോ. എനിക്ക് എൻ്റെ അയൽവക്കത്തൊന്നും ആരും ഇത് ഉപയോഗിക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഉപയോഗിക്കുന്നതായിട്ട് കേട്ടില്ല. ഈ ചക്കക്കുരു ആരും ഉപയോഗിക്കില്ല, വാഴച്ചോട്ടി കളയുന്ന. ഏതായാലും ഇത്രയും സാധനങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരും ഉപയോഗിക്കാത്ത ചില സാധനങ്ങൾ കൊണ്ട് ഇപ്പോൾ ഇതിൽ നിന്നൊരു കറി വെക്കാനില്ല. ഞാനെന്ത് ചെയ്തു, 2 കഷ്ണം കൂടെ എടുത്തു, തലയും വിട്ടു. 4 ഇല ഉണ്ടായിരുന്നു. ഒരു 4ൻ്റെയും തലയും ഇട്ടൊരു കറി വെച്ചു. ഞാനല്ലേ കൂട്ടുന്നത്, മറ്റാർക്കും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പരിപാടി. രാവിലത്തേത് ഞാനൊരു ഇതെടുത്തായിരുന്നു. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.